അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർമ്മശാസ്ത്രപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അഹ്കാമു ശർഇയ്യ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ 5 എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ 5 പരിമിതപ്പെട്ടു? എന്തുകൊണ്ട് 6 7 ഉണ്ടായില്ല, അല്ലെങ്കിൽ 4 ചുരുങ്ങിയില്ല? നിയമങ്ങൾ 5 പരിമിതപ്പെട്ടതിൽ വലിയ ഒരു ലോജിക്കുണ്ട്, പറയാം നമുക്ക്. ഒരു വിധി അതിൻ്റെ പല സാധ്യതകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഒന്നുകിൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കലായിരിക്കും. അപ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ള തൊലബ് എന്ന് പറയും അറബിയിൽ. അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന തൊലബായിരിക്കും, ചെയ്യരുത് എന്നതായിരിക്കും. ഒന്നുകിൽ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത്. അല്ലെങ്കിൽ മൂന്നാമത്തെ ഇനം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. ഈ 3 അല്ലാതെ വേറൊരു സാധ്യത ഈ വിഷയത്തിൽ വരുന്നില്ല. അപ്പോൾ ഒന്നാമത്തത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക. രണ്ടാമത്തത് ചെയ്യലിനെ വിരോധിക്കുക, ചെയ്യരുത് എന്ന് പറയുക. മൂന്നാമത്തെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക, രണ്ടും ഇഷ്ടപ്രകാരം ചെയ്യുക എന്നുള്ള ഈ 3 കാര്യമാണ് അതിൽ വരിക. അപ്പോൾ അതിൽ ഒന്നാമത്തത് പറയുകയാണെങ്കിൽ ചെയ്യാനുള്ള കൽപ്പന, അത് 2 രൂപത്തിലാണ് വരിക. ഒന്നുകിൽ ആ കൽപ്പന നല്ല കർക്കശമായ രൂപത്തിൽ നീ അത് ചെയ്തേ പറ്റൂ എന്ന കർക്കശമായ രൂപത്തിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ കർക്കശമല്ലാതെ നീ അത് ചെയ്യണല്ലോ, നീ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറ്റം പറയുന്നില്ല, ആ രൂപത്തിലും ഈ കൽപ്പിക്കൽ വരും. അങ്ങനെ വരുമ്പോൾ കർക്കശമായി ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം അറിയും എന്ന രൂപത്തിൽ കൽപ്പിക്കുകയാണെങ്കിൽ അതിനിക്ക് നിർബന്ധം എന്നാ പറയാം, വുജൂബ് എന്ന് പറയും. അല്ല, സ്ട്രോങ് ആയിട്ടല്ല, നീ ചെയ്യണം കേട്ടോ, ചെയ്തില്ലെങ്കിൽ പ്രശ്നമല്ല, ആ രൂപത്തിലാണെങ്കിൽ അതിന് സുന്നത്ത് എന്ന് പറയും. അപ്പോൾ നമുക്ക് വാജിബും സുന്നത്തും കിട്ടി. ഇനി രണ്ടാമത്തെ വശം എടുത്താൽ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കൽ, ഉപേക്ഷിക്കലിനെ തൊലബ് ചെയ്യാണ്. അപ്പോൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ കർക്കശമായി നിരോധനം ഉണ്ടാവും. നീ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിലാണ് അത് വിരോധിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നീ അത് ചെയ്യരുത് കേട്ടോ, നീ അഥവാ ചെയ്തു പോയാൽ അതിന് വലിയ പരിണതഫലമൊന്നും വരാനില്ല, ചെയ്യരുത് കേട്ടോ എന്ന് കർക്കശ രൂപത്തിൽ അല്ലാതെ നമ്മൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. ഈ 2 രൂപത്തിൽ വരുമ്പോൾ കർക്കശമായ രൂപത്തിൽ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഹറാമിന്റെ വിധിയാണ് വരുന്നത്. അല്ല, അത്ര കർക്കശമില്ല, ചെയ്യരുത്, അഥവാ ചെയ്തു പോയാൽ അത് വലിയ പ്രശ്നമാക്കി എടുക്കാനൊന്നുമില്ല, അങ്ങനെയുള്ള നിരോധനയാണെങ്കിൽ അതിനാണ് കറാഹത്ത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കൽപ്പനയിൽ വുജൂബും കിട്ടി, സുന്നത്തും കിട്ടി. പിന്നെ വിരോധനയിൽ ഹറാമും കിട്ടി, കറാഹത്തും കിട്ടി. ഇനി മൂന്നാമത്തെ ഐറ്റംസ് നമ്മൾ പറഞ്ഞിരുന്നു, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. അതിനിക്ക് ഹലാല് എന്ന് പറയും. അപ്പോൾ 5 വിധികൾ: വുജൂബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഹലാല്. ഈ 5 രൂപമല്ലാതെ വേറെ രൂപവും നമുക്ക് സങ്കല്പിച്ചുണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. ഇനി ഹറാം എന്ന് പറഞ്ഞാലോ, ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും. കറാഹത്തോ ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും എന്നാൽ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും. ഹലാൽ എന്ന് പറഞ്ഞാൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയുമില്ല, കൂലിയുമില്ല. ഇതാണ് ഈ 5 വിധികളുടെയും പൂർണ്ണരൂപങ്ങൾ. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ 6ാമത്തെ രൂപം ഉണ്ടല്ലോ, ഖിലാഫുൽ ഔല. ഈ ഖിലാഫുൽ ഔല എന്ന് പറയുന്ന ഒരു വിധി ഉണ്ടല്ലോ, അപ്പോൾ അത് 6ാമത്തേതല്ലേ? അത് 6ാമത്തെ ഒരു വിധിയല്ല, മറിച്ച് ഖിലാഫുൽ ഔല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കറാഹത്തിന്റെ ഇനത്തിൽ വരുന്നതാണ്. കറാഹത്തും ഖിലാഫുൽ ഔലയും ചെറിയൊരു വ്യത്യാസമുണ്ട്. അർത്ഥത്തിൽ 2 ഒന്നാണ്. കറാഹത്ത് എന്താണ്? ചെയ്താൽ ശിക്ഷയില്ല, ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട്. ഖിലാഫുൽ ഔല അങ്ങനെ തന്നെയാണ്, ചെയ്താൽ ശിക്ഷയില്ല, ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട്. അത് പിന്നെ ഒരു സാങ്കേതികപരമായിട്ടാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അതൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനാൽ തന്നെ നിരോധിച്ചു. ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ കയറിയാൽ ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി. ഒരാൾ ഒരു പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ അവൻ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്.
ഇത് ഈ വാക്കിൽ തന്നെ അതിൻ്റെ നിരോധനം വന്നിട്ടുണ്ട്, ഇരിക്കരുത് എന്നത്. അപ്പൊ പള്ളിയിൽ കയറിയ തഹിയ്യത്ത് സുന്നത്താണ്, ആ സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ് ഈ ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. അപ്പൊ ആ വാക്കിൽ തന്നെ ഒരു നഹി സ്വരീഹ നിലക്ക് വന്നതുകൊണ്ട് അത് കറാഹത്ത് എന്ന് പറയും. ഇനി ഖിലാഫുൽ ഔല എന്ന് പരിശോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ളുഹ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. ളുഹ സുന്നത്ത് എല്ലാവർക്കും അറിയുന്ന മഹത്തായ നിസ്കാരമാണ് ളുഹ സുന്നത്ത് നിസ്കാരം. ആ ളുഹയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ ആ വാക്കിലുള്ളത് നിസ്കരിക്കണം എന്നാണ്. അപ്പോൾ ആ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അതിന് നേരെ മറു അർത്ഥമുണ്ട്. എന്താണ്? നിസ്കരിക്കാതിരിക്കരുത്. അപ്പോൾ ളുഹ നിസ്കരിക്കാതിരിക്കൽ ഖിലാഫുൽ ഔലയാണ്. കാരണം ആ വിരോധന നമ്മൾ ഈ ഹദീസിന്റെ വാക്യത്തിന്റെ മറുപുറം എടുത്തപ്പോഴാണ് അതിന്റെ വിരോധന വന്നത്. അല്ലാതെ ഹദീസ് അതേ പദത്തിൽ ഈ നിരോധനം വന്നിട്ടില്ല. തത്വത്തിൽ കറാഹത്തും ഖിലാഫുൽ ഔലയും അർത്ഥത്തിൽ ഒന്നാണ്. പക്ഷെ അതിന് ഇസ്തിലാഹിയായ സാങ്കേതിക പറയുമ്പോൾ അത് രണ്ടായി മാറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറാഹത്താകുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് നേരിട്ട് നിരോധനം കിട്ടുന്നു. ഖിലാഫുൽ ഔലയാകുമ്പോൾ ആ വാക്കിൽ നിന്ന് നേരിട്ട് കിട്ടുകയില്ല, വാക്കിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് ഖിലാഫുൽ ഔല. ഇനി മറ്റൊരു സംശയം വരാനുള്ളത്, ഇപ്പൊ 5 നിയമങ്ങൾ 5ൽ പരിമിതപ്പെടൂല, ഇനിയും ഉണ്ടാകും. ഫർള് ഐനും ഫർള് കിഫായും വരാണ്ടല്ലോ, സുന്നത്ത് ഐനും സുന്നത്ത് കിഫായും വരാണ്ടല്ലോ, കറാഹത്ത് തൻസീമും കറാഹത്ത് തഹരീമും വരാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഫർള് ഐനും ഫർള് കിഫായും രണ്ടും ഫർള് ഒന്ന് തന്നെയാണ്. അത് ആർക്കാണോ അമ്ര കൽപ്പന വരുന്നത് അവരുടേത് നിലവാരം അനുസരിച്ച് കൊണ്ടാണ് ഫർള് ഐനും ഫർള് കിഫായും ആകുന്നത്. ഒരാളോട് മാത്രമുള്ള കൽപ്പനയാണോ എങ്കിൽ ഫർള് ഐനാണ്. അല്ല ഒരു സമൂഹത്തോടുള്ള കൽപ്പനയാണോ അപ്പൊ ഫർള് കിഫയാണ്. രണ്ടു നോക്കുകയാണെങ്കിലും അത് കൽപ്പനയാണ്, വുജൂബിന്റെ ഫർളിന്റെ ഇടയിൽ ഉള്ളതാണത്. മറ്റൊന്ന് സുന്നത്ത് ഇതേപോലെ തന്നെയാണ്. സുന്നത്ത് ഐന് സുന്നത്ത് കിഫ അത് ഒരാൾക്കുള്ളതാണെങ്കിൽ സുന്നത്ത് ഐനായി, ഒരു സമൂഹത്തോട് ചോദിക്കുകയാണ് കൽപ്പന വരികയാണെങ്കിൽ സുന്നത്ത് കിഫയായി. രണ്ടും സുന്നത്ത് തന്നെയാണ്, അത് രണ്ടും രണ്ടല്ല. അതേപോലെ തന്നെയാണ് തഹരീമിന്റെ കറാഹത്ത് തൻസീഹിന്റെ കറാഹത്ത്. തഹരീമിന്റെ കറാഹത്താവുമ്പോൾ അത് ഹറാമു പോലെ കുറ്റം ലഭിക്കും. തൻസീഹിന്റെ കറാഹത്താവുമ്പോൾ അതിൽ ശിക്ഷയുണ്ടാവുകയില്ല. അപ്പൊ തഹരീമിന്റെ കറാഹത്ത് അത് തഹരീമിന്റെ കറാഹത്ത് എന്ന് പേരാണെങ്കിലും അതിന്റെ ശിക്ഷ ഹറാമു പോലെ ലഭിക്കും. അപ്പൊ ഈ ഹറാമും തഹരീമിന്റെ കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹറാമും തഹരീമിന്റെ കറാഹത്തും മഅനയിൽ ഒന്നാണ്, പക്ഷെ അത് വ്യത്യാസമായി പേര് വരുന്നത് തഹരീമിന്റെ കറാഹത്ത് ഹറാമിലും അതിന്റെ തെളിവിലാണ് വ്യത്യാസം വരുന്നത്. നല്ല ഖണ്ഡിതമായ തെളിവോടുകൂടെയാണ് വിരോധനം വന്നത് എങ്കിൽ അതിന് ഹറാമു എന്നും, അല്ല ഖണ്ഡിതമായ തെളിവല്ല വ്യാഖ്യാനത്തിലൂടെ നമുക്ക് അത് വിരോധനയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിന്റെ പേര് തഹരീമിന്റെ കറാഹത്ത് എന്നുമാണ്. പേരിൽ വ്യത്യാസമേ ഉള്ളൂ, ശിക്ഷ രണ്ടും ഒരുപോലെ തന്നെയാണ് ചെയ്താൽ. എന്നാൽ തൻസീഹിന്റെ കറാഹത്ത് അത് സാധാ കറാഹത്ത് മോഡലാണ്. അതിന് ചെയ്താൽ ശിക്ഷയില്ല, ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫിഖ്ഹിൽ ശർഈയായ ഹുക്കുമുകൾ വിധികൾ വരുന്നത്. 5 വിധികളെ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറൊന്നില്ല. അത് ലോജിക്കലായി തന്നെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.